ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിലാമസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കണോമിക്സ് എക്സാമിന് ഇനി അധിക ദിവസം ബാക്കിയില്ല അല്ലേ? വളരെ കുറച്ച് ദിവസങ്ങളെ പഠിക്കാനായിട്ട് നമ്മുടെ മുന്നിലുള്ളൂ. എല്ലാവരും റിവിഷനിലായിരിക്കും, പ്രിപ്പറേഷനിലായിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാ മക്കളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൈക്രോനെക്കാളും മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ തന്നെ മാക്രോ എക്കണോമിക്സിലെ പ്രോബ്ലംസ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിന്ന് എങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നത് എന്ന് പല മക്കളും കൺഫ്യൂഷനായിട്ട് പറയുന്നുണ്ട്. അപ്പം മിസ് എന്ന് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് മാക്രോ എക്കണോമിക്സിലെ എല്ലാ പ്രോബ്ലംസും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ അതിൽ നിന്ന് വരാൻ പോകുന്നത്, ഏതൊക്കെ പ്രോബ്ലംസ് ആണോ അതെല്ലാം മിസ് ഇവിടെ സോൾവ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ കാണുന്നതിലൂടെ മാക്രോയിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുകയാണ്. മാക്രോ എക്കണോമിക്സിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഇക്വേഷൻസ് ആണ്, എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും മിസ് ഇന്ന് കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചോദ്യം നമ്മുടെ മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ അല്ലേ. നമുക്കറിയാം നമ്മുടെ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഓക്കെ, അപ്പം മണി മൾട്ടിപ്ലയർ കാണാൻ 1/CRR ആണ് നമ്മൾ ചെയ്യുക എന്ന് നമുക്കറിയാം അല്ലേ. 1/CRR ആണ് നമ്മൾ ചെയ്യുക. സോ ഇവിടെ CRR നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നത്? CRR 0.4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1/0.4 നമ്മൾ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ അല്ലേ. 1/0.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5 ആണ് മണി മൾട്ടിപ്ലയർ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സെയിം മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെറിയൊരു ട്വിസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസ് പറഞ്ഞുതരാം. ഇഷ്യൂ ഓഫ് കറൻസി, അതായത് ഹൈ പവേർഡ് മണി എത്രയാണെന്ന് പറയുന്നു? 2000 ആണ്. RBI അതുപോലെ ടോട്ടൽ മണി സപ്ലൈ ഇൻ ദ എക്കണോമി 8000 ആണെന്നും പറയുന്നുണ്ട്. മണി മൾട്ടിപ്ലയർ എന്താന്ന് അത് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത്? ഇവിടെ ആകെ മണി സപ്ലൈയും ഹൈ പവേർഡ് മണി മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ M എന്ന് പറയുന്നത് ടോട്ടൽ മണി സപ്ലൈ ആണ്, H എന്ന് പറയുന്നത് ഹൈ പവേർഡ് മണിയാണ്. രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. M എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 8000 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇനി H എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2000 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 4 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, 4 ആണ് മണി മൾട്ടിപ്ലയർ ആയിട്ട് കിട്ടുന്നത്. സിമ്പിൾ അല്ലേടാ. M/H എന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ദെൻ അടുത്തത് ഒരു വെറൈറ്റി ചോദ്യമാണ്. ഡെൽറ്റ വൈയും ഡെൽറ്റ സിയും തന്നിട്ടുണ്ട്. ഇൻകത്തിലുള്ള ചേഞ്ചും കൺസംഷനിലുള്ള ചേഞ്ച് തന്നിട്ടുണ്ട്. MPCയും MPSും കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. MPC കണ്ടുപിടിക്കാൻ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ചെയ്യാം. അതിനുള്ള ഇൻഫർമേഷൻ മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ അല്ലേ. അപ്പോൾ ഡെൽറ്റ സി 700ഉം ഡെൽറ്റ വൈ 1000ഉം ആണ്. ഓക്കെ, അപ്പോൾ 700/1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.7 ആണ് ആൻസർ കിട്ടുന്നത്. MPC. ഓക്കെ, ഇനി അതേപോലെ MPS കണ്ടുപിടിക്കണം. MPS ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആണ്. പക്ഷെ ഇവിടെ ഡെൽറ്റ എസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? കാരണം നമുക്കറിയാം MPSും MPCയും കൂടെ കൂട്ടിയാൽ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ MPC 0.7 ആണ് എന്നുണ്ടെങ്കിൽ MPS എത്രയായിരിക്കണം? 0.3 ആയിരിക്കണം. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇനി ഇതിൽ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഒരു കൺസംഷൻ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് ഇവിടെ ഓട്ടോണമസ് കൺസംഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. കൺസംഷൻ ഫംഗ്ഷൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് അല്ലേ. C⁻+ CY എന്നുള്ളതാണ്. അതിൽ C⁻ ആണ് ഓട്ടോണമസ് കൺസംഷൻ. അങ്ങനെയാണെങ്കിൽ 20 ആയിരിക്കും ഓട്ടോണമസ് കൺസംഷൻ. അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്? Y 300 ആണെങ്കിൽ കൺസംഷനും സേവിങ്സും എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. കൺസംഷനും സേവിങ്സും തമ്മിൽ എന്താണ് ബന്ധം? Y = C+S ആണല്ലേ. ഇൻകത്തിൽ ഒരു ഭാഗം കൺസംഷൻ ആണെങ്കിൽ മറ്റേ ഭാഗം സേവിങ്സ് ആയിരിക്കും. റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പോൾ കൺസംഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. Y നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 20 + 0.8 × 300 ചെയ്താൽ മതി അല്ലേ. യെസ്, അപ്പോൾ 0.8 × 300 ചെയ്യുമ്പോൾ നമുക്ക് 240 കിട്ടും. സോ 20 + 240 ചെയ്യുന്ന സമയത്ത് നമുക്ക് 260 ആണ് കിട്ടുന്നത്. ശരിയല്ലേ അല്ലേ. 240 + 20 നമുക്ക് 260 കിട്ടും. അപ്പോൾ കൺസംഷൻ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത്. ഇനി സേവിങ്സ് വേണോ അല്ലേ. ഇൻകത്തിൽ ഒരു ഭാഗം കൺസംഷൻ ആണെങ്കിൽ മറ്റേ ഭാഗം സേവിങ്സ് ആയിരിക്കും. ശരിയല്ലേ. യെസ്, അപ്പോൾ ഇവിടെ 300 ആണ് ഇൻകം എന്നുണ്ടെങ്കിൽ സേവിങ്സ് എത്രയായിരിക്കണം? അതിൽ നിന്ന് 260 മൈനസ് ചെയ്താൽ മതി. 40 ആയിരിക്കും നമുക്ക് സേവിങ്സ്.
സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ബേസ് നിങ്ങൾ ആലോചിച്ച് വെക്കണം. y = c+s ആണ് എന്നുള്ളത്. റെഡി? ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ കൺസംഷൻ ഫംഗ്ഷനും ഇൻവെസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. C ബാർ എത്രയാണ് ഇവിടെ? 100 ആണ് അല്ലേ? ദെൻ I ബാർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 250 ആണ് എന്നുള്ളത്. ദെൻ 1 മൈനസ് C എത്രയാണ്? 0.8 ആണ്. ഓക്കെ, ഇനി ഇതിൽ 350/0.2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 350/0.2 ചെയ്യുമ്പോൾ നമുക്ക് 1750 എന്നാണ് ആൻസർ കിട്ടുന്നത്, ഇക്വിലിബ്രിയം ഇൻകം. ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് 70 കൂടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് 70 കൂടിയാലും ഇക്വേഷൻ സെയിം തന്നെയാണ് അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങളും സെയിം തന്നെയാണ്. ഓട്ടോണമസ് കൺസംഷൻ 100 തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് 70 കൂടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള 250യുടെ കൂടെ ഒരു 70 കൂടെ ആഡ് ആവും, 320 ആകും. ശരിയല്ലേ? ദെൻ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ 420/0.2 ആയിരിക്കും. ശരിയല്ലേ? 420/0.2 നമുക്ക് 2100 എന്ന് കണ്ടു. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയപ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകവും കൂടി. ഇനി വേറെയും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. MPC മാറി 0.6 ആണെങ്കിൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. MPC മാത്രമാണ് മാറുന്നത്. ഓട്ടോണമസ് കൺസംഷനും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിം ആണ്. MPC 0.8 പകരം 0.6 ആകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ 350/0.4 ചെയ്യുമ്പോൾ നമുക്ക് 875 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേടാ? ഇത്രയേ ഉള്ളൂ കാര്യം. റെഡി? യെസ്. ഇനി അടുത്തത് MPS 0.5 ആണ് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലറിൻ്റെ ഇക്വേഷൻ 1/MPS ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 1/1 - C എന്ന് പറയും. ഈ C എന്താണ്? MPC ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ MPS ആണ് തന്നത്. സോ 1/0.5 ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? യെസ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 2 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് കിട്ടും. ഓക്കെ, റെഡി? ദെൻ അടുത്തത് നമ്മുടെ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം അല്ലേ? ആദ്യം റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാം. റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് ആണ്. ഇവിടെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 65,000 ആണ്. ഓക്കെ, ഇനി റവന്യൂ റെസീപ്റ്റ്സ് നമുക്ക് എത്രയാണ്? 50,000 ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് 15,000 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്കറിയാം അത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂട്ടിയതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലേ? ഇപ്പോൾ ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് 65,000 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നുള്ളത് വേണം. അത് 15,000 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് എന്താ? റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. റവന്യൂ റെസീപ്റ്റ്സ് 50,000 ആണ്. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് 15,000 ആണ് എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ 65 + 15 നമുക്ക് 80,000 എന്ന് കിട്ടും. മൈനസ് 65,000 അത് 15,000 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി പ്രൈമറി ഡെഫിസിറ്റ് ആണെങ്കിൽ ഈ കണ്ടുപിടിച്ച ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് മൈനസ് ചെയ്യേണ്ടത്. അത് 10,000 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 5,000 ആണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് കിട്ടും. സിമ്പിൾ അല്ലടാ? ഈ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ഏരിയ ആണ്. ദെൻ അടുത്തത് ഇതാണ് നമ്മുടെ 3 സെക്ടർ എക്കണോമിയിൽ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ T തന്നതുകൊണ്ട് തന്നെ ഇത് ലംസം ടാക്സിൻ്റെ കേസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. C ബാർ മൈനസ് CT ബാർ പ്ലസ് CTR ബാർ പ്ലസ് I ബാർ പ്ലസ് G ബാർ ബൈ 1 - C എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. മിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കാണാം കേട്ടോ. C ബാർ 100 crore ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. C എന്ന് പറയുന്നത് MPC ആണ്. അത് 0.75 ആണ്. സോ ഇൻറ്റു T, CT എന്ന് പറഞ്ഞാൽ C ഇൻറ്റു T ആണ്. T നമുക്ക് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 0.75 ഇൻറ്റു TR എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4 ആണ് എന്ന് തന്നിട്ടുണ്ട്. I ബാർ 40 ആണെന്ന് തന്നിട്ടുണ്ട്. G ബാർ 20 ആണെന്നും തന്നിട്ടുണ്ട്. ബൈ 1 - 0.75. ഓക്കെ, ഇനി 100 മൈനസ് 0.75 ഇൻറ്റു 10 നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാവുക? 7.5 കിട്ടും. ദെൻ 0.75 ഇൻറ്റു 4 നമുക്ക് എത്രയാണ് കിട്ടുന്നുണ്ടാവുക? 3 ആണ്. ശരിയല്ലേ? യെസ്. ഇനി 40 + 20 നമുക്ക് 60 ആണെന്നും കിട്ടും. ബൈ 1 - 0.75 0.25 ആണ്. ഓക്കെ, റെഡി അല്ലേടാ? യെസ്. ദെൻ ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 100 മൈനസ് 7.5 ദെൻ പ്ലസ്
3 പ്ലസ് 60. നമുക്ക് 155.5 കിട്ടും ബൈ 0.25. ഓക്കെ, ദെൻ 155.5 ബൈ 0.25. 622 ആണ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കിട്ടുന്നത്. സിമ്പിൾ അല്ലടാ, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിൽ നമ്മളോട് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 0.8 ആണ് MPC എന്നുണ്ടെങ്കിൽ എല്ലാ മൾട്ടിപ്ലയറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഉണ്ട് 1/1 - C ആണ്. സോ 1/1 - 0.8 ആണ്, അതായത് 1/0.2 ആണ്. 1/0.2 ആണ്, അത് 5 ആണെന്ന് കിട്ടും. ടാക്സ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ -C അല്ലേ, C എത്രയാണ്? 0.8 ആണ്. -C/1 - C ആണ്. സോ -0.8/0.2 ആണ്. സോ 0.8/0.2 ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ്, അതായത് -4 ആണ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറും കൂടെ കൂട്ടിയാൽ 1 കിട്ടണം. അതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. അടുത്തത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് മൾട്ടിപ്ലയർ ആണ് C/1 - C. നമ്മുടെ ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ അതേ ഇക്വേഷൻ, പക്ഷേ നെഗറ്റീവ് ഇല്ല എന്ന് മാത്രം. ഓക്കെ, ഇതൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി അടുത്തത് പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ കേസ് ആണെങ്കിൽ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. പ്രൊപ്പോർഷണൽ ടാക്സ് സ്മോൾ ടി ആണ് ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ അത് പ്രൊപ്പോർഷണൽ ടാക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇക്വേഷൻ ഇങ്ങനെയാണ്, C ബാർ പ്ലസ് അവിടെ CT ഉണ്ടാവില്ല, TR ബാർ പ്ലസ് I ബാർ പ്ലസ് G ബാർ ബൈ 1 - C × 1 - T. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം ചെയ്തിട്ട് അത് ഒന്നിൽ നിന്ന് -C ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. C ബാർ നമുക്ക് 20 ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. C 0.8 ആണ്, TR 5 ആണ്, പ്ലസ് I ബാർ എന്ന് പറയുന്നത് 20 ആണ്, G ബാർ എന്ന് പറയുന്നത് 10 ആണ്. ബൈ 1 - 0.8 1 - T നമുക്ക് 0.1 ആണ്. ഇത്രയേ ഉള്ളൂ സംഗതി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് നോക്കാം. 20 പ്ലസ് 0.8 × 5 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. ദെൻ പ്ലസ് 20 + 10 30 കിട്ടും. ദെൻ 1 - 0.1 എന്ന് പറഞ്ഞാൽ 0.9 ആണ്. സോ 0.8 × 0.9 ആണ്. സോ ബാക്കി നമുക്ക് നോക്കാം. 20 + 4 + 30 എല്ലാം കൂടെ നമുക്ക് 54 ആണെന്ന് കിട്ടും. 1 - 0.8 × 0.9 0.72 വരും. ഓക്കെ, അപ്പോൾ 54/1 - 0.72 നമുക്ക് 0.28 ആണെന്ന് കിട്ടും. സോ 54/0.28 192.857 അങ്ങനെ പോകുന്നുണ്ട്. സോ 86. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കുക. അപ്പോൾ ഓട്ടോണമസ് നമ്മുടെ പ്രൊപ്പോർഷണൽ ടാക്സിൻ്റെ കേസിൽ ഒരൊറ്റ മൾട്ടിപ്ലയറും കൂടി ഉണ്ട്. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ MPCയും Tയും തന്നിട്ടുണ്ട്. ഇവിടെ ഇക്വിലിബ്രിയം ഇൻകത്തിൽ അടിയിൽ വന്ന അതേ ആൾ തന്നെ ഇവിടെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. 1/1 - 0.8 × 1 - 0.1 ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ നേരത്തെ നമുക്ക് അടിയിൽ വന്ന അതേ നമ്പർ തന്നെയായിരിക്കും ഇവിടെ നമുക്ക് വരിക അല്ലേ. അപ്പോൾ 1/0.28 ചെയ്താൽ മതി അല്ലേ. 1/0.28. ഓക്കെ, അപ്പോൾ 3.57 അങ്ങനെ വരും. ഓക്കെ, റെഡി അല്ലേടാ? യെസ്. ഇനി അടുത്തത് ഇൻ എക്കണോമി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം തന്നു, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ടും തന്നിട്ടുണ്ട്. നമ്മളോട് ഓപ്പൺ ഇക്കണോമി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വളരെ റെയർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സ് എന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം. 1/C എത്രയാണ്? 0.6 ആണ്. പ്ലസ് M എന്ന് പറയുന്നത് MPM ആണ്, 0.05 ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 1/1 - 0.6 പ്ലസ് 0.05 0.65 കിട്ടും. ഓക്കെ, അപ്പോൾ 1/1 - 0.65 0.35 ആണ്. സോ 1/0.35 നമുക്ക് 2.857 അങ്ങനെ പോകും. ഓക്കെ, റെഡി? അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നമുക്ക് GDP/MP കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് കൺസംഷൻ C ഉണ്ട്, G ഉണ്ട്, I ഉണ്ട്, X ഉണ്ട്, M ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. C + I + G + X - M. C എന്ന് പറയുന്നത് 6500 ആണ്. I എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ? 4000 ആണ്. ഓക്കെ, ദെൻ G എന്ന് പറയുന്നത് എത്രയാണ്? 5000 ആണ്. ഓക്കെ, X എത്രയാണ്? നമുക്ക് 600 ആണ്. ദെൻ നമുക്ക് M എത്രയാണ് തന്നത്? 900 ആണ്. ഓക്കെ, ഇനി ഇത് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 6500 + 4000 + 5000 + 600 - 900 അല്ലേ. 15200 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സിമ്പിളാണ്, കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. ഈ പ്രോബ്ലംസ് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഇക്വേഷൻസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് പഠിക്കുക, ഒന്നും കൂടി ഒന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.